ഹായ് എവ്രിവൺ, ഇന്ന് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് വറ്റൽമുളക് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചില്ലി ഫ്ലേക്സ് വീട്ടിലാക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് റേറ്റ് ആകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമേ കുറച്ച് വറ്റൽമുളക് എടുക്കുക, അതിൻ്റെ മുകളിലത്തെ തണ്ടൊക്കെ ഒടിച്ച് മാറ്റുക. ബിക്കോസ് തണ്ട് നമുക്ക് വേണ്ട പൊടിക്കാനായിട്ട്, ജസ്റ്റ് ആ ഒരു വറ്റൽമുളക് മാത്രം മതി. നമ്മളതൊരു പാനിലേക്ക് ഇടുക. ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാരണം എന്നാലേ അത് നല്ല കടുമുടാന്ന് പറഞ്ഞ് ഇരിക്കത്തുള്ളൂ, നമുക്കത് എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് മതി, ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല രീതിയിൽ അത് റോസ്റ്റ് ആയെന്നുള്ളത്, ഡ്രൈ റോസ്റ്റ് ആയതിൻ്റെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല ചെറിയ രീതിയിൽ. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റണം ആ ഒരു ഇത്. അപ്പോൾ ഇതാണ് ആ ഒരു പരുവത്തിൽ നിന്ന് കിട്ടിയത്. ഒരുപാട് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. 5 മിനിറ്റത്തേക്ക് മാക്സിമം ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ സെപ്പറേറ്റ് അത് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് നമ്മളതൊന്ന് തണുക്കാൻ വിട്ടേക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മളിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളിതാ ഇത് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഒടിച്ചിട്ട് സീഡ്സ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് സീഡ്സും അതിൻ്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് ആക്കണം എന്നല്ല, മാക്സിമം കുറച്ച് സീഡ്സ് സെപ്പറേറ്റ് ആക്കാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മൊത്തത്തിൽ ഈ സീഡ്സ് എല്ലാം കൂടെ നമ്മൾ ഇത് ക്രഷ് ചെയ്യുന്ന സമയത്ത് കൂട്ടത്തിൽ ചേർന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് പൾസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്കിതെടുക്കാം, മിക്സ് ചെയ്തിട്ട്. ഇത് അതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് അതിലേക്ക് ആ ക്രഷ് ചെയ്തതിൽ ആഡ് ചെയ്യേണ്ടത്. പിന്നെ എന്തായാലും നമ്മളെ ചെറിയ ചട്നി ഗ്രൈൻഡർ, കുഞ്ഞ് ചമ്മന്തിയൊക്കെ അരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊടികളൊക്കെ പൊടിക്കാൻ വേണ്ടി കുഞ്ഞ് ഗ്രൈൻഡറില്ല, ചട്നി ഗ്രൈൻഡർ എന്നൊക്കെ പറയാം, അതിൻ്റെ അകത്തിട്ടേക്കാണ്. ചെറിയ ഗ്രൈൻഡറാണ്. ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് ചെറുതായിട്ടതൊന്ന് പൾസ് ചെയ്ത് എടുക്കാം. കണ്ടതോ, ഇതേപോലെ ഞാൻ പൾസ് ചെയ്ത് എടുത്തിരിക്കുകയാണ്, നമുക്ക് കാണാം. ഈ ഒരു പരുവത്തിൽ അരഞ്ഞാൽ മതി. ഒരുപാട് അങ്ങ് പൊടിച്ച് കളയണ്ട, ഒരുപാട് പൊടിച്ച് കളയണ്ട. കാരണം ഒരുപാട് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടത്തില്ല. അത് പിന്നെ പൊടിയായി പോവും. പിന്നെ മുളക് പൊടി, എന്താ പറയുക, ചില്ലി ഫ്ലേക്സിന് വരെ മുളക് പൊടിയാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു പൊടി നേരത്തെ നമ്മൾ ഇവിടെ മാറ്റി വെച്ചായിരുന്നല്ലോ, ഇതിലേക്ക് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, ഇത് മൂക്കിലും ഇതിലൊക്കെ ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, കണ്ണിലൊന്നും എസ്പെഷ്യലി ഇതാക്കാതിരിക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ ഇടാം. പാസ്തയിലൊക്കെ ഇടാം, നൂഡിൽസ്, പാസ്ത, അങ്ങനെയുള്ള പല ഐറ്റംസിലൊക്കെ ഇടാം. അപ്പോൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചിടുക. ഒരുപാട് ചിലപ്പോൾ നമുക്ക് എരി തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഇതാണ്. നിങ്ങൾക്കിപ്പം ഒരു പാക്കറ്റ്, ഇപ്പം നിങ്ങൾ ജനറലി ഇപ്പോൾ ഒരു പാക്കറ്റ് വറ്റൽ മുളകൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര നാൾ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും, അതേപോലെ തന്നെ ഇതും ഏകദേശം ഒരു എയർ ടൈറ്റ് ടിന്നിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം.